സാർ അത് ഓൾറെഡി ഞങ്ങൾക്ക് നല്ല വർക്ക് ലോഡ് ഉണ്ട്. പെർമനൻ്റ് ആയിട്ട് ഇവിടുന്ന് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ நம்ம சைட்லேருந்து ஆல்ரெடி ஒருத்தர் அசைன் பண்ணிட்டேன். அவர் ஸ்பெஷல் பிரான்ச் எஸ்ஐயாக டெபுடேஷனில் போயிருந்தார். அவர் கேஸ் டீட்டெயில் கேட்டப்போ நானே ஜாயின் பண்ணிக்கிறேன்னு சொல்லியிருக்கேன். அவர் சொந்த ஊர் கூட ஆர்காணி தான். ആളൊന്ന് ജോയിൻ ചെയ്തു സാറേ. இவ்வளோதான் சார். டெபுடேஷன் முடிஞ்சு இப்போ வந்துட்டார். സാർ സാർ ജയേഷിനെ സ്റ്റാൻലി ദാസ്. അപ്പോൾ നമ്മുടെ ദേഹത്തൊരു കൊതുക് വന്നിരുന്നു വെച്ച് അത് നമ്മളിങ്ങനെ തച്ച് കൊല്ലുമ്പോൾ ഒരു സുഖം കിട്ടും. പക്ഷെ കൊത്താൻ വരുന്ന പാമ്പിനെ അടിച്ചു കൊല്ലുമ്പോൾ അതിൽ കൂടുതൽ സുഖം കിട്ടും. റിസ്ക് കൂടുമ്പോൾ സുഖവും കൂടും. ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് മനുഷ്യനെ കൊല്ലുമ്പോൾ. നമ്മൾ പറയാറില്ലേ ഡ്രഗ് അഡിക്ഷൻ, സെക്സ് അഡിക്ഷൻ, അതുപോലെ തന്നെ കില്ലിങ് അഡിക്ഷൻ. സാർ ഞാനൊരു സംഭവം പറയാം. ഞാൻ കാട്ടാക്കടയിൽ താമസിച്ചിരുന്ന സാറിന് അറിയാമല്ലോ. അപ്പോൾ ആ സമയത്ത് വീട്ടിൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എൻ്റെ പുറകെ നടക്കുന്ന ഞാൻ കാണുന്നുണ്ട്. കുട്ടീനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ മേൽപ്പാല വില്ലേജ് ഓഫീസിലെ ക്ലാർക്കാണ് വരുന്നത്. എൻ്റെ പേര് വിവേക്. ഇവിടെ കുട്ടാമലയാണ് വീട്. ടെൻഷൻ അടിക്കാൻ ഒന്നുമില്ല. നമ്മൾ അവിടെ കുറച്ച് നേരം സമാധാനമായിട്ട് സംസാരിച്ചിരിക്കുന്നു, അത്രയാണ്. അത് ഈ റൂമൊക്കെ എടുക്കുന്ന ചുമ്മാ സംസാരിച്ചിരിക്കാനല്ല എന്നൊക്കെ എനിക്കറിയാം. ഇങ്ങനെ பார்க்க தொடங்கி எவ்வளோ நாள் ஆச்சு? அது உண்மையை சொன்னால் முதல்ல உங்கள்கிட்ட பேசுறதுக்கு ரொம்ப பயமாக தான் இருந்தேன். பிள்ளைக்கு ஒரு செட்டப்பாயிட்டு போரு. இதெல்லாம் சொல்லி நான் அவனுக்கு ஆசையை தூண்டி விட்டுட்டு உன்னை விட்டு நான் எங்கேயாவது எஸ்கேப் பண்ணால் നീ என்ன பண்ணுவேன்? എന്നാലും ഇവൻ എന്തിനാ കൊന്നു കളഞ്ഞെന്നുള്ളതാണ് മനസ്സിലാകാത്തത്. അത് ഇതൊരു സൈക്കോപാത്ത് ചെയ്യുന്ന പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവൻ അതെടുത്ത് ഉപയോഗിച്ചിട്ട് അതിൽ നിന്നും അവനൊരു സുഖം ലഭിച്ചാൽ, എന്നിട്ട് അവൻ ആ ചെയ്ത കാര്യം സമൂഹത്തിൻ്റെയും നിയമവ്യവസ്ഥയുടെയും കണ്ണിൽ പെടാതിരിക്കുകയും കൂടെ ചെയ്താൽ പിന്നെയുള്ള കാലം അവൻ അത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും.